നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കഴുത്തിൽ താലി കിടന്ന അദ്ദേഹത്തിന് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാവില്ലെന്ന് ശാസ്ത്രികൾ മനയിൽ വന്നു പറഞ്ഞു. ഞാനായി താലി അഴിക്കാനും പാടില്ല. എന്നിട്ട് ആ താലിമാല എവിടെ? പെരുവണ്ണാപുരത്ത് അമ്മയെ പോയി പ്രാർത്ഥിക്കാനാ ശാസ്ത്രികൾ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ പോയത്. അമ്മയെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് വരുമ്പോ എന്റെ കഴുത്തില് താലിമാല ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതെവിടെങ്കിലും അഴിഞ്ഞു വീണതാണോ? ഞാൻ അതേപറ്റിയൊന്നും ചിന്തിക്കുന്നില്ല അച്ഛാ. ഞാനായിട്ട് താലിമാല അഴിച്ചിട്ടില്ല. അത് നഷ്ടമായതും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കി വരുമ്പോ താലിമാല കഴുത്തിലില്ലെന്ന് മാത്രം അറിയാം. അച്ഛൻ അതിവിടെ ആരോടും പറയരുത്. അല്ല, എന്താ അച്ഛൻ വിളിച്ചത്? നീ നിന്റെ ഭർത്താവിനെയാ നിന്റെ ചേച്ചിക്ക് വിട്ടുകൊടുക്കുന്നത്. നീ അവനെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ലെങ്കിലും ഞാനൊരു പച്ചയായ മനുഷ്യനല്ലേ മോളെ. നിന്റെ മുന്നില് തൊഴി കൈയോടെ നിൽക്കാൻ എനിക്ക് കഴിയും. എന്റെ ഒരു മോളുടെ താലി അഴിച്ചെടുത്ത് മറ്റൊരു മോൾക്ക് നൽകിയല്ലേ? അങ്ങനൊരു മനസ്താപം അച്ഛനുണ്ടായ എനിക്ക് അച്ഛനോടുള്ള വിശ്വാസം ഇല്ലാതാവും. ഇത്രയും കാലം ഞാൻ മംഗലശ്ശേരിയിൽ നിൽക്കാൻ കാരണം എന്റെ ചേച്ചി സുമംഗലിയാവുന്നത് കാണാനാ. വിവാഹം കഴിഞ്ഞാലോ? മോളും മംഗലശ്ശേരിയിൽ നിൽക്കില്ലെന്ന് നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ശ്രീകുട്ടി പോയാ നീയാ പിന്നെ ഞങ്ങൾക്കുള്ളത്. നമ്പീശ, മുഹൂർത്തത്തിന് മുൻപ് എനിക്ക് അവിടെ എത്തിയിരിക്കണം. ഇതാണ് സച്ചി റിയൽ കല്യാണം. അതേടാ, അവരുടെ പ്രണയം സഫലമാകാൻ പോകുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ടെന്ന് പറ. ആ, അത് നല്ലതാടാ. മത്സരിച്ച് നേടിയെടുക്കുന്ന സമ്മാനത്തോളം വിലപ്പെട്ടതായി വേറെന്താ ഉള്ളത്? അവർ നേടിയെടുത്തതാണോ? അമ്മു അത് നേടിക്കൊടുത്തതാ. ഈ വിവാഹത്തോട് ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു അത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഈശ്വരൻ ആരാണെന്ന്. അത് സച്ചി അറിഞ്ഞു. അതറിഞ്ഞപ്പോഴല്ലേ അമ്മു എന്നെ ഒഴിവാക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായേ. അല്ല, അതാരാ സച്ചി? അവള് മനസ്സിൽ വെച്ച രഹസ്യം എന്റെ മനസ്സിലിരുന്നോട്ടെ. നാളെ നീ അറിയാനിടയായാൽ അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. അതല്ലേടാ നമുക്ക് അവളോട് ചെയ്യാൻ കഴിയുന്നത്. മോളെ, നിന്നോടുള്ള കടപ്പാട് ചേച്ചി എങ്ങനെ തീർക്കുമെന്ന് അറിയില്ല. എനിക്കല്ലേ ചേച്ചിയോടുള്ള കടപ്പാട്? അനാഥയായി എന്നെ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ചേച്ചിയല്ലേ? ഒരിക്കൽ മരണത്തിൽ നിന്നും ഒരു മനുഷ്യൻ എന്നെ രക്ഷിച്ചു. പിന്നെ ചേച്ചി എന്നെ രക്ഷിച്ചു. എന്റെ ജീവിത ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.